ഹായ് മച്ചാമാരെ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പ്യൂമയുടെ ബോർഡ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിഡിലം ഷൂ ആണ് അൺബോക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ കാണാൻ നല്ല വെറൈറ്റി ലുക്കാണ്. 2000 താഴെ മാത്രമാണ് പ്രൈസും വരുന്നത്. അപ്പോൾ നല്ല ഓഫറിന് വരാറുള്ളൊരു ഷൂ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഷൂ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു മാസം യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമുക്ക് ഡിസൈനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റനോട്ടത്തിൽ തന്നെ കുറേ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണിത്. കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓവറായിട്ടുള്ള വർക്കൊന്നുമില്ല, പക്ഷേ സിമ്പിളായിട്ടുള്ള വർക്കാണെങ്കിൽ പോലും നല്ല വൃത്തിക്കാണ് കളർ കോമ്പിനേഷനും ചെറിയ ചെറിയ ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓവറോൾ ലുക്കിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് തന്നെയാണ്. പിന്നെ മുകളിലുള്ള ആ ഒരു ലേസ് പാസ് ചെയ്ത് പോകുന്ന ഏരിയയിൽ റെഡാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ റെഡ് സ്ട്രാപ്സ് നമുക്ക് കാണാം. പിന്നെ ഫ്രണ്ടിൽ തന്നെ പ്യൂമയുടെ ഒരു ലോഗോയും റെഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ പാർട്ട് കാണാം. അതുപോലെ തന്നെ പിറകിലും ഗ്രേ ആണ് വരുന്നത്. സൈഡിലുള്ള ഈ ഏരിയയിൽ പ്യൂമയുടെ ടെക്സ്റ്റും പിറകിൽ പ്യൂമയുടെ ഒരു ലോഗോയും കാണാം. സോ ഈ ഒരു സൈഡിൽ പ്യൂമ എന്ന് കൊടുത്തതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പ്യൂമയുടെ ഷൂ ആണെന്ന് മനസ്സിലാക്കാനും പറ്റും. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കും തരുന്നുണ്ട്. ഏകദേശം ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ കളറും നന്നായിട്ട് തന്നെ മാച്ച് ആവുന്നുണ്ട്. ഒന്നും ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ സൈഡിലുള്ള മിഡ്സോൾ വൈറ്റ് ആയിട്ടാണ് വരുന്നത്. കാര്യമായിട്ടുള്ള ഡിസൈനോ അല്ലെങ്കിൽ അധികം ടെക്സ്റ്റേഴ്സ് ഒന്നും അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടില്ല. സിമ്പിളാണ്. പിന്നെ ആ ഒരു മിഡ്സോൾ പിറകു ഭാഗത്തോട്ട് എത്തുമ്പോൾ കുറച്ച് സൈസും ഹൈറ്റും കൂടി വരുന്നുണ്ട്. ഇനി താഴെ നോക്കുകയാണെങ്കിൽ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനാണ്. അതിൽ കുറച്ചും കൂടെ പുറത്തോട്ട് റേസ് ചെയ്ത് നിൽക്കുന്നത് ബ്ലാക്ക് പാർട്ടാണ്. അതുകൊണ്ട് ഓവറായിട്ട് ആ വൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ചളിയും കാര്യങ്ങളൊന്നും ആവാൻ ചാൻസ് ഇല്ല. ഇനിയും ഡിസൈനിങ്ങിനെ കുറിച്ച് അധികം എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ള ഒരു കൂൾ ലുക്കിംഗ് ആയിട്ടുള്ള ഷൂ ആണ്. കാരണം എല്ലാ ഭാഗത്തുമായിട്ടും അവർ കുറച്ച് നീറ്റായിട്ടുള്ള ഡിസൈൻസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഓവറായിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. സോ ഓവറോൾ ഡിസൈൻ സൂപ്പർബാണ്. ഇനി ബിൽഡ് ഫിനിഷിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് എത്ര ക്വാളിറ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, സ്റ്റിച്ചിങ് ഒക്കെ നോക്കിയാൽ നല്ല ക്ലീനാണ്. അതുപോലെ ടെക്സ്റ്റോ ബാക്കിയുള്ള പ്രിൻറ്റിങ്ങോ ഒക്കെ നല്ല നീറ്റാണ്. പക്ഷേ താഴെ വരുന്ന ഈ ഒരു സോൾ ഉണ്ടല്ലോ, മിഡ് സോൾ, അതിൻ്റെ ഫിനിഷിങ് കുറച്ചൊരു മോശമാണ്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, നല്ല ഇറഗുലർ ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അവിടെ പൊങ്ങിയിട്ടും ഇവിടെ താഴ്ന്നിട്ടൊക്കെ ആയിട്ട് ഒരു വൃത്തികെട്ട ഫീലുണ്ട്. കാരണം ഒരു ലോ ക്വാളിറ്റി ഷൂ പോലെ തോന്നും ആ ഒരു മിഡ് സോൾ നമ്മൾ അടുപ്പിച്ച് നോക്കുകയാണെങ്കിൽ. കാരണം പ്യൂമയുടെ നോർമലി ഷൂകളൊന്നും അങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള മിഡ്സോൾ വരാറില്ല. പക്ഷേ ഇതിന് നന്നായിട്ട് കാണുന്നുണ്ട്. അതിനി എൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള യൂണിറ്റിൻ്റെ പ്രശ്നമാണോന്നും അറിയില്ല. ഈ ഒരു ഷൂവിൽ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നി. കാരണം അത് കാണുമ്പോൾ നമുക്കിതൊരു ചീപ്പ് ഷൂ ആയിട്ടാണ് തോന്നുക. അടുത്ത് നോക്കുമ്പോൾ മാത്രമേ കാണുള്ളൂ, എന്നാലും ഒരു വൃത്തികേട് പോലെ. പക്ഷേ സൈഡിലിട്ടിട്ടുള്ള ഗ്ലൂ ഒന്നും കാണുന്നില്ല. അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ നീറ്റ് തന്നെയാണ്. വേറെ മെറ്റീരിയൽസിനൊന്നും വലിയ പ്രശ്നമില്ല. താഴെയുള്ള സോളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇറഗുലർ ആയിട്ടുള്ള മിഡ്സോളിൻ്റെ ഇഷ്യൂ മാത്രമാണ് കാര്യമായിട്ട് എടുത്ത് പറയാനുള്ളത്. പിന്നീടുള്ളത് ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം എനിക്ക് ഓവറോൾ, അതായത് ഈ ഒരു ഷൂവിൻ്റെ ഓവറോൾ ക്വാളിറ്റി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അതിപ്പം അപ്പർ മെറ്റീരിയൽ ആണെങ്കിലും മിഡ്സോൾ ആണെങ്കിലും ഇൻസോൾ ആണെങ്കിലും ലേസ് ആണെങ്കിലും ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പാർട്ടും നല്ല ക്വാളിറ്റി ഉണ്ട്. അതിപ്പോൾ ഈ ഒരു 1 month യൂസിന് ശേഷം ഒരു പ്രശ്നവും വന്നിട്ടില്ല. എല്ലാത്തിനും നല്ല ക്വാളിറ്റി തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരൊറ്റ ഭാഗം മാത്രം ഈ ഒരു ഷൂവിൽ വളരെ മോശമാണ്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഗ്രിപ്പ് എന്നുള്ള സെക്ഷനിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാരണം അത് കുറച്ച് ലോങ് ആയിട്ട് പറയാൻ തന്നെ ഉണ്ട്. അത്രയും വലിയൊരു ഡിഫക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ബാക്കി എല്ലാം കൊണ്ടും അത്യാവശ്യം ബിൽഡ് ഫിനിഷിങ്ങും ബിൽഡ് ക്വാളിറ്റിയും നല്ലൊരു ഡിസൈനും വരുന്നൊരു ഷൂ തന്നെയാണ് പ്യൂമ ബോളിലും. ഇനി കംഫർട്ട് എന്നുള്ള സെക്ഷനിലോട്ട് വരുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ റണ്ണിങ്ങിനായിട്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ ഒരു ഷൂ എടുക്കണം എന്നില്ല. കാരണം റണ്ണിങ്ങിനായിട്ടുള്ള കംഫർട്ടല്ല അവരിതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്യൂമയുടെ തന്നെ കുറച്ചും കൂടെ റേറ്റ് കൂടിയത്, അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ തന്നെ റണ്ണിങ്ങിനായിട്ട് സെപ്പറേറ്റ് ഇറക്കിയിട്ടുള്ള മറ്റു പല ഷൂസും ഉണ്ട്. ഇത് ബേസിക്കലി നമുക്ക് ക്യാഷ്വൽ യൂസിനുള്ളതാണ്. കാരണം പുറത്തോട്ടിട്ട് പോകാനും അങ്ങനെ കാണാൻ കുറച്ച് ഭംഗി ഫോക്കസ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള ഷൂ ആണ്. അല്ലാതെ കംഫർട്ടിൽ അവർ അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. റണ്ണിങ്ങിനുള്ളൊരു കംഫർട്ടല്ല ഇത് തരുന്നത്, നോർമലി ക്യാഷ്വൽ യൂസിനുള്ള കംഫർട്ടാണ്. അപ്പോൾ ഡേ ടു ഡേ നമ്മളിങ്ങനെ സാധാരണയായിട്ടുള്ള യൂസിൽ ഇതിന് കംഫർട്ട് കുറവാണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. ഈ പ്രൈസിന് കിട്ടാവുന്ന അത്യാവശ്യം നല്ല കംഫർട്ടാണ്. പക്ഷേ നിങ്ങൾ റണ്ണിങ്ങിനായിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും വേരിയൻറ്റ് നോക്കുക. പക്ഷേ ഇത് എടുത്തെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാലും അത്ര കംഫർട്ട് തരുന്നില്ല. റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ലെവലിലുള്ള കംഫർട്ടല്ല തരുന്നത്. ഇനി ബാക്കി ഉള്ളിലുള്ള മെറ്റീരിയൽസൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്താണ്. ഈ മുകളിലുള്ള അപ്പർ മെറ്റീരിയൽ നല്ല അബ്സോർബിളാണ്. അതായത് എന്തെങ്കിലും വിയർപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു മെറ്റീരിയലോട്ട് വലിഞ്ഞു കയറി പോകുന്നുണ്ട്. അത്യാവശ്യം ബ്രീത്തബിളാണ്. അതുകൊണ്ട് തന്നെ കാല് പെട്ടെന്നൊന്നും ചൂടെടുക്കുന്നില്ല. പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ഇടുന്ന സമയത്ത് ചെറിയ രീതിക്ക് കാലൊന്ന് ഹീറ്റാവും. അല്ലാതെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും പറയാൻ മാത്രം ഇല്ല. അതുപോലെ ഈ ഒരു അപ്പർ മെറ്റീരിയൽ നല്ല കംഫർട്ടബിളാണ്. കാരണം നമ്മുടെ കാലിനനുസരിച്ച് അല്ലെങ്കിൽ വിരലിൻ്റെ ഷേപ്പിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ഷേപ്പിലോട്ട് നിന്നോളും. അല്ലാതെ ഓവർ ടൈറ്റ് ഒന്നും വരുന്നില്ല. നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു സൈസ് ചൂസ് ചെയ്താൽ മാത്രം മതി. ഇനിയാണ് ഈ ഒരു ഷൂവിൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിൻ്റ് ആയിട്ടുള്ള ഗ്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങോട്ട് പറയാം, ഇതിൻ്റെ ഗ്രിപ്പ് വളരെ മോശമാണ്.
കാരണം അത് നിങ്ങൾ സാധാരണയുള്ള സർഫേസിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് വരുമ്പോഴത്തേന് ഇതിൻ്റെ ഗ്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയി പോകും. കാരണം ഇപ്പോൾ അടുത്തിടായിട്ട് ഞാനൊരു ട്രിപ്പ് പോയിരുന്നു. ആ ഒരു സമയത്ത് കുറച്ചൊരു നനവുള്ള റോക്സൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അതായത് നമ്മുടെ ഈ ഒരു റോക്സൊക്കെ വെള്ളം വന്നിട്ട് നനയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ചെറിയ രീതിക്ക് നനവുണ്ടാവും. ചില റോക്സ് ആണെങ്കിൽ തീരെ നനഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇതിട്ടിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നോക്കിയപ്പോൾ തന്നെ തീരെ ഗ്രിപ്പില്ല, വളരെ കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം നമുക്ക് ഭയങ്കരമായിട്ടൊരു പേടി ഇത് പെട്ടെന്ന് സ്ലിപ്പാകുമെന്ന്. ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല മറ്റ് പ്യൂമ ഷൂസിലൊന്നും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫീൽ ആണെങ്കിൽ പ്യൂമയുടെ ഡെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷൂ ഉണ്ട്. അതിൻ്റെ ഗ്രിപ്പ് ഒരു രക്ഷയില്ലാത്ത ഗ്രിപ്പാണ്. അത് ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക ഒരു ഷൂവിൻ്റെ ഗ്രിപ്പ് എത്രത്തോളം നമുക്ക് അഫക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഷൂവിൻ്റെ ഗ്രിപ്പ് എനിക്ക് വളരെയധികം മോശമായിട്ടാണ് തോന്നിയത്. അതിനിപ്പം നോർമലായിട്ടുള്ള ട്രെഡ്മില്ല് അതുപോലെ റോഡ് പോലെ സർഫസിൽ വലിയ പ്രശ്നമില്ല. അതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് വരുമ്പോഴത്തേനും മറ്റുള്ള ഷൂകളെ പോലെയല്ല, ഇതിന് പെട്ടെന്ന് തന്നെ ഗ്രിപ്പ് മോശമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാരണം പെട്ടെന്ന് സ്ലിപ്പായി പോകുന്നുണ്ട്. മറ്റേതൊരു സർഫസിലാണെങ്കിലും ചെറിയ രീതിക്കൊരു നനവോ ടൈൽസൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ ഗ്രിപ്പിനൊരു വൈവായ്പ് വരും. ഇനിയുള്ളത് ഗ്രിപ്പിൻ്റെ ക്വാളിറ്റിയാണ്. ഗ്രിപ്പിൻ്റെ ക്വാളിറ്റിയും മോശം തന്നെയാണ്. കാരണം ഒരു മാസം യൂസ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ താഴെയുള്ള ഗ്രിപ്പ്, അതായത് ആ ഒരു ബ്ലാക്ക് പാർട്ട് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തേഞ്ഞ് പോയിട്ടുണ്ട്. വെയർ ആൻഡ് ടിയർ നന്നായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് അധികം ഞാൻ ട്രെഡ്മില്ലിൻ്റെ മുകളിൽ റഫായിട്ട് ഒരതിയിട്ടൊന്നല്ല ഓടിയത്, ഒരു നോർമൽ ലെവലിൽ തന്നെയാണ് ഓടിയിട്ടുള്ളത്. പിന്നെ സാധാരണ നമ്മുടെ വീഡിയോസിൽ ഷൂ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റഫായിട്ടൊന്നും ഓടാറുണ്ട്. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പുള്ള പല ഷൂകളും ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും പ്രശ്നം അധികം വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഗ്രിപ്പ് പെട്ടെന്ന് തന്നെ തേഞ്ഞ് പോകുന്നുണ്ട്. അത് നമുക്ക് അറിയാനും പറ്റും. ബ്ലാക്ക് പൊടിയായിട്ട് വരും. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള അഡിഡാസിൻ്റെ ഡക്ട്രോൺ ഒരു മാസം കംപ്ലീറ്റ് റഫ് യൂസിന് ശേഷം ഒരു പ്രശ്നവും വന്നിട്ടില്ല ഗ്രിപ്പിന്. അപ്പോൾ അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഇത് അതിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് കുറവാണ്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഷൂ എടുക്കുമ്പോൾ ഗ്രിപ്പാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. കാരണം അത് സാധാരണ റോഡോ അല്ലെങ്കിൽ ട്രെഡ്മില്ലോ ആയിട്ട് കണ്ടിന്യൂസ് കോൺടാക്റ്റ് വരുന്നതായതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ടല്ലോ, ഒരു ഡാമേജും വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലും മറ്റു പല ഷൂകൾക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്രിപ്പ് വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗ്രിപ്പ് ഒരു കണക്കിന് വളരെ മോശമാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു ഷൂ വാങ്ങിക്കാൻ. കാരണം ബാക്കിയെല്ലാം കൊണ്ടും ഇത് വലിയൊരു മോശമില്ലാത്ത ഷൂ ആണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു ലുക്ക് വെച്ചിട്ട് മിക്കവാറും ഇത് പല ആൾക്കാരും വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ ഗ്രിപ്പ് അത്ര പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാം. ഇനിയും ഇതുപോലുള്ള കിട്ടിക്കാച്ച് ലൈഫ് സ്റ്റൈൽ ആൻഡ് ടെക് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഷൂ ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. I'll catch you guys later.